ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഐഡിയൽ ഇന്ത്യ ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മണ്ണടി വേലുത്തമ്പി തളവ സ്മാരകത്തിലാണ് വന്നിരിക്കുന്നത്. ഏനാത്ത് പാലത്തിന് അടിയിലൂടെ ഉള്ള ഒരു കടമ്പനാട് പോകുന്ന വഴിയുണ്ട്. ആ വഴിയെ വന്നെങ്കിൽ മാത്രമാണ് ഈ ഒരു വേലുത്തമ്പി തളവ സ്മാരകത്തിലൂടെ വരാൻ പറ്റത്തുള്ളൂ. ഇത് മണ്ണടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മണ്ണടിയിലൊരു പ്രശസ്തിയാർന്ന ഒരു അമ്പലമാണ്. ഇതാണ് വേലുത്തമ്പി തളവയുടെ ശില്പം. ഇതിന് ചുറ്റും പഴയകാല ചരിത്രങ്ങൾ ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതുകൂടി ഇന്ന് കാണാം. ഇപ്പം നമുക്ക് കയറി വരും. ഇവിടെയൊക്കെ നല്ല കല്ല് പാകിയ നല്ല സ്ഥലങ്ങളായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഒരു സ്ഥലമാണ്. നിങ്ങളിവിടെ വന്ന് ഇത് ചരിത്രങ്ങളെല്ലാം നോക്കി പഠിക്കണം. അതിനുള്ളതെല്ലാം ഉണ്ട്. ഇവിടെ മ്യൂസിയമുണ്ട്. അതിന് തൊട്ടപ്പുറത്ത് വേലുത്തമ്പി തളവ ബ്രിട്ടീഷ് ഭരണാധികാരികളിൽ നിന്ന് രക്ഷ നേടുവാൻ വേണ്ടി സ്വയം കുത്തിമരിച്ച ഒരു വാളുണ്ട് അവിടെ. അത് പഴയകാല വാള്, പരിച, പഴയ പീരങ്കികളുണ്ട്, ഒതുമ്പ് വള്ളം. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവിടെ ഒന്ന് കാണുക. പഴയകാല നാണയങ്ങളൊക്കെ ഒരുപാട് ശേഖരമുണ്ട്. ഈ മ്യൂസിയത്തിൽ നമുക്ക് കയറി കാണാൻ പറ്റും. അതുപോലെ തന്നെ മൊബൈൽ ക്യാമറ, വീഡിയോ ക്യാമറ ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. രാജാക്കന്മാരുടെ കാലത്തുള്ള ഒരുപാട് പുരാവസ്തുക്കൾ ഒരുപാടുണ്ട്. നാണയശേഖരമുണ്ട്. അതുപോലെ തന്നെ കൊതുമ്പ് വള്ളമുണ്ട്. അങ്ങനെ ഒരുപാട് പഴയ കാല ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു മ്യൂസിയമാണിത്. വേലുത്തമ്പി തളവ സ്വയം മൃത്യുവരിച്ച വാള് ഇവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. പഴയകാലത്തെ ഒരു ചിത്രം കൂടി ഇതിൻ്റെ കൂടെ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതായിരുന്നു പഴയ ആ സ്മാരകം. ഇതിപ്പോൾ പുതുക്കി പണിഞ്ഞിരിക്കുകയാണ്. ഈ ബിൽഡിങ്ങുകളെല്ലാം പുതുക്കി പണിഞ്ഞ് തറയിൽ കല്ലുകൾ പാകി നല്ല രീതിയിൽ ഇത് പരിപാലിച്ച് വരികയാണ്. അകത്ത് ഫോട്ടോയുടെ കൂടെ വെച്ചിരിക്കുന്ന ഇതാണ് അന്ന് വേലുത്തമ്പി തളവ ബ്രിട്ടീഷ് ഭരണാധികാരികളിൽ നിന്ന് മണ്ണടിയിൽ വന്ന് അഭയം പ്രാപിക്കുകയും ഒടുവിൽ സ്വയം മൃത്യുവരിക്കുകയും ചെയ്ത ആ വാളാണത്.
ഇത് അവിടുത്തെ ഓപ്പൺ എയർ സ്റ്റേജാണ്. കേരളത്തിലെ രണ്ടാമത്തെ ഓപ്പൺ എയർ സ്റ്റേജാണിത്. ഭയങ്കര വലുപ്പത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഗവൺമെൻറ്റിൻ്റെ പരിപാടികൾക്ക് മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്, അല്ലാതെ പുറത്ത് പരിപാടികൾക്ക് കൊടുക്കുകയില്ല. നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെയൊക്കെ വന്നൊന്ന് കാണണം. ഒരുപാട് പഴയകാല ചരിത്ര സംഭവങ്ങൾ ഒരുപാടുണ്ട്. അത് നിങ്ങൾ പോയി കാണണം. കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാകണം. അതിന് തൊട്ടപ്പുറത്ത് മണ്ണടി ക്ഷേത്രമുണ്ട്. അത് അവിടാണ് ആദ്യം പോയി വേലുത്തമ്പി ഒളിച്ചിരുന്ന സ്ഥലം. അപ്പം നിങ്ങൾക്ക് അവിടെയും പോയി കാണാം. അതുപോലെ തന്നെ ഈ ചുറ്റുപാട് ഒരുപാട് വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ ഇത്രയും ഭാഗങ്ങൾ കൊണ്ട് നമ്മൾ നിർത്തുകയാണ്. അടുത്ത പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.